കണ്ടന്റിന്റെ വരാനുള്ള ഒരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനെ അടി കിട്ടിയതിൽ ബാലന് വിഷമക്കുണ്ടെങ്കിലും ബാലൻ അത് പുറത്തൊന്നും കാണിക്കുന്നില്ല. പിന്നീട് മിത്ര ആര്യനോട് ചോദിക്കുന്നുണ്ട്, അടി കിട്ടിയപ്പോൾ തല്ല് കിട്ടിയപ്പോഴെങ്കിലും പറയായിരുന്നില്ലേ സംഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം, പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ കുറ്റക്കാരിയാവില്ല, അങ്ങനെ എൻ്റെ അമ്മനെ മറ്റുള്ളവർ കുറ്റക്കാരിയാക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല എന്നൊക്കെ പറയും. എന്തായാലും അന്നത്തെ ദിവസം ആകാശും നമ്മുടെ മീനാക്ഷിയോട് ആര്യന്റെയും ചേട്ടന്റെയും അതുപോലെ തന്നെ മാമന്റെ ഒക്കെ കൂടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി സമ്മതിക്കും. അങ്ങനെ ചേട്ടനിയന്മാരും മാമനും കൂടി മുകളിൽ കിടക്കും. അങ്ങനെയാണ് നമ്മുടെ ആകാശം ആനന്ദൊക്കെ ഒരു സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് ആര്യനെ. അതിനുശേഷം ആര്യൻ ഉറങ്ങിയതിന് ശേഷമാണ് ബാലൻ വരുന്നതും. ബാലൻ വന്ന് ആര്യനെ തൊട്ട് തലോടുകയും കഴുത്തിലും കൈയൊക്കെ എടുത്ത് ഉമ്മ വയ്ക്കുന്നൊക്കെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് മിത്രനോട് പറയുന്നുണ്ട്, ആര്യൻ പറയുന്നത്, ഒന്നില്ലെങ്കിൽ നമ്മൾ ആ സ്വർണം തിരിച്ചു കൊടുക്കാറായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്നത് മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും എന്ന് പറയും. അങ്ങനെ ആര്യൻ്റെ അവസ്ഥ മിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മിത്ര കോളേജിലേക്ക് പോണ വഴിയിൽ കോളേജിലേക്ക് പോകാണ്ട് കൂട്ടുകാരിനെയും കൊണ്ട് അന്വേഷിച്ച് പോകുന്നുണ്ട് മിഥുനെ. കൂട്ടുകാരി എത്ര പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അത്രയും സ്വർണ്ണമാണ് ഞാൻ കാരണം ഇനി ആര്യൻ കള്ളനാവാനോ ആര്യൻ അടി കിട്ടാനോ പറ്റിയിട്ട് ഞാൻ സമ്മതിക്കില്ല, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിത്ര പോകുന്നത്. മിത്ര പോയി അന്വേഷിച്ച് പിടിച്ച് ആര്യൻ നമ്മുടെ മിഥുൻ്റെ വീട് എത്തുന്നുണ്ട്. വീട്ടിലെത്തുമ്പോൾ അവിടെ ആരെയും കാണില്ല. അങ്ങനെ പിന്നീട് വേറൊരു കൂട്ടുകാരൻ വഴി മിത്ര കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മിഥുനുള്ള വീട്ടിലേക്ക് മിത്രനെ ആ കൂട്ടുകാരെ കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടുകാരെ കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ മിഥുൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മിഥുനെ കാണാൻ കഴിയില്ല. മിഥുൻ്റെ അച്ഛൻ അകത്ത് കയറി നോക്കാൻ പോകുമ്പോൾ അയാൾ മൽപ്പിടുത്തമൊക്കെ നടത്തുന്നുണ്ട്. മിത്രനെ പിടിച്ചുന്തുന്നൊക്കെ ഉണ്ട്. ഇവിടെ ആരുമില്ല, അവൻ ഇവിടെ ഒന്നുമില്ല, അവൻ പുറത്തുനിന്ന് പറയും എൻ്റെ സ്വർണം കൊണ്ടുവന്ന് പോയത്, അവനെ ഞാൻ ജയിലിൽ കയറ്റും, എൻ്റെ സ്വർണം മര്യാദയ്ക്ക് നിങ്ങളെ മോനോട് തന്നോളാൻ പറയുന്നൊക്കെ പറഞ്ഞ് മിത്ര ഒരുപാട് ബഹളമൊക്കെ വയ്ക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല, സ്വർണ്ണമൊന്നും കിട്ടില്ല. സ്വർണം പോയിട്ട് മിഥുൻ്റെ പൊടി പോലും അവിടെ ഉണ്ടാവില്ല. അങ്ങനെ അവർ വിഷമിച്ച് നിൽക്കുമ്പോൾ കോളേജ് വിട്ട സമയമൊക്കെ കഴിഞ്ഞ് 4:30 കഴിഞ്ഞു. 4:30 കഴിഞ്ഞിട്ട് ദേവമംഗലത്തേക്ക് നമ്മുടെ മിത്രനെ കാണാണ്ടായപ്പോൾ വല്ലാത്ത ടെൻഷനായിട്ട് ഗോമതി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീനാക്ഷി വന്നിട്ടും കാണുന്നില്ല. അങ്ങനെ ആനന്ദും ആകാശവും കൂടി അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ആര്യം പോവാണ്ട് നിൽക്കുമ്പോൾ അനുശ്രീ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താ പോവാത്തത്, ഞങ്ങൾക്കുള്ള വിഷമം പോലും ചേട്ടൻ്റെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നു, ഈ ഒന്ന് അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് സംശയമാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്വേഷിച്ച് പോകും. അങ്ങനെ മിഥുൻ അന്വേഷിച്ച് പോയ മിത്രനെ തെരഞ്ഞ് ഒരു വഴിക്ക് ആകാശം ആനന്ദും പോകും, ഒരു വഴിക്ക് ആര്യനും ഒരു വഴിക്ക് ധർമ്മനും പോകുന്നുണ്ട്. പല വഴി അന്വേഷിച്ച് നടന്നെങ്കിലും കാണില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞ് 3 പേരും പരസ്പരം ചേട്ടനിയന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ വിളിച്ചും കാര്യങ്ങൾ അന്വേഷിച്ചും മിത്രനെ കാണാണ്ട് അന്വേഷിച്ച് പിടിച്ച് ഇങ്ങനെ ലാസ്റ്റ് ആര്യൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും മിത്രയും കൂട്ടുകാരും കൂടെ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാവും. അങ്ങനെ മിത്രനെ കാണുമ്പോൾ ആര്യൻ അങ്ങോട്ട് കയ്യിൽ വരും. ആ കൂട്ടുകാരത്തി വേഗം അവിടുന്ന് സ്ഥലം വിടുന്നുണ്ട്. അതിനുശേഷം ആര്യൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു ഇത്രയും നേരം, നീ കോളേജിലേക്ക് പോയതാണോ, കോളേജിൽ നിന്ന് കൂട്ടുകാരികളെ വീട്ടിലേക്ക് പോകുമ്പോൾ നിനക്ക് പറഞ്ഞിട്ട് പോകൂടെ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ കോളേജിലേക്ക് കൂട്ടുകാരിയുടെ വീട്ടിലേക്കൊന്നും പോയതല്ല, ഞാൻ ആ സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് മിഥുൻ അന്വേഷിച്ച് പോയാന്ന് പറയും. മിഥുൻ്റെ അന്വേഷിച്ച് നീ മിഥുൻ്റെ വീട്ടിലേക്ക് പോയോ എന്ന് ചോദിച്ച് ആര്യൻ ചൂടാവും. എന്നിട്ട് പോയിട്ട് സ്വർണ്ണം അടുത്ത വണ്ടിയിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് കളിയാക്കും, പരിഹസിക്കുന്നുണ്ട്. അല്ല ആ സ്വർണ്ണമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആര്യന് അത്രയ്ക്കും തല്ലും കിട്ടില്ല, ആര്യൻ്റെ സത്യസന്ധത തെളിയിക്കാല്ല. എനിക്ക് ആര്യനെ വഴക്ക് പറയുന്നതും ആര്യനെ കള്ളനാക്കുന്നതൊക്കെ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര നന്ദി എന്നൊക്കെ പറഞ്ഞ് ആര്യൻ പരിഹസിക്കും. കണ്ണിക്കണ്ട ആണുങ്ങൾക്ക് സ്വർണം കൊണ്ട് കൊടുത്തിട്ട് ഇപ്പം അന്വേഷിച്ച് നടക്കണം, എന്നിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പരിഹസിക്കുമ്പം ഇത്ര അവിടെ നിന്ന് കരയുള്ളൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ കാരണം ഇപ്പം എൻ്റെ അച്ഛനും അതുപോലെ തന്നെ വീട്ടുകാരും ഒക്കെ എല്ലാവരും വിഷമിക്കുന്നു. നിൻ്റെ ഈ പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ ഞാൻ അന്ന് 100 വാക്ക് നിന്നോട് പറഞ്ഞത്, അവൻ കള്ളനാണെന്ന് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ല. ഇപ്പം നീ കാരണം പിന്നെയും എൻ്റെ വീട്ടുകാർ വിഷമിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്കാണെങ്കിൽ മാത്രം നീ ദേവമംഗലത്തേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ നേരെ നീ കൃഷ്ണമംഗലത്തേക്ക് പൊക്കോ. മിഥുനെ അന്വേഷിച്ച് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. സ്വർണം ഞാൻ എടുത്തുന്നുള്ളൊരു പേര് അവിടെ കിടന്നോട്ടെ, അതിൽ എനിക്കൊരു വിഷമവും നാണക്കേടുമില്ല. തല്ല് കിട്ടണമെങ്കിൽ ഞാൻ സഹിച്ചോളാം. നീ എൻ്റെ കാര്യം അന്വേഷിച്ചും കഴിഞ്ഞിട്ട് മിഥുൻ്റെ വീട് അന്വേഷിച്ചു, നിൻ്റെ കാമുകൻ്റെ വീട് അന്വേഷിച്ച് പോകുന്നു വേണ്ടാന്ന് പറയും. പറ്റുമെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ആര്യൻ ദേഷ്യപ്പെട്ട് പോകും. അങ്ങനെ മിത്ര ഒരു നിവർത്തിയില്ലാണ്ടാകുമ്പോൾ വേറൊരു നിവർത്തിയില്ലാത്തത് കൊണ്ട് ആര്യൻ്റെ പിന്നാലെ തന്നെ ദേവമംഗലത്തേക്ക് പോകുന്നുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.